ഏവർക്കും വിശുദ്ധ ഇതിഹാസങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നായ ഇടപ്പള്ളി സെയിൻറ്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൻ്റെ ചരിത്ര ഇതിഹാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നാണ് ഇടപ്പള്ളി സെയിൻറ്റ് ജോർജ് ഫൊറോന ദേവാലയം. പള്ളി സ്ഥാപിതമായത് ഏകദേശം ക്രിസ്തുവർഷം 594 എന്നാണ് പരമ്പരാഗതമായി വിശ്വസിക്കുന്നത്. ഈ പള്ളി അപ്പസ്തോലനായ സെയിൻറ്റ് തോമസ് ലീഹായുടെ ശിഷ്യന്മാർ സ്ഥാപിച്ചതാണെന്ന് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും പുരാതന ദേവാലയങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. പഴയ പള്ളിക്ക് പുറമെ 2001 പുതിയ ദേവാലയം നിർമ്മിക്കപ്പെട്ടു. പഴയ പള്ളി ഇപ്പോഴും സംരക്ഷിച്ചിരിക്കുന്നു. ഇത് വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ള തീർത്ഥാടന കേന്ദ്രമാണ്. പള്ളി സമർപ്പിച്ചിരിക്കുന്നത് സെയിൻറ്റ് ജോർജിൻ്റെ നാമത്തിലാണ്. ഇവിടെ വിശുദ്ധൻ്റെ ഇടപെടലാൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രധാന തിരുനാൾ ഏപ്രിൽ-മെയ് മാസങ്ങളിലാണ് നടക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മറ്റു മതസ്ഥരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് തിരുനാളിൽ പങ്കെടുക്കാനായി എത്തിച്ചേരുന്നത്. പ്രത്യേക നേർച്ചകളും വഴിപാടുകളും ഇവിടെ പ്രശസ്തമാണ്. ഇത് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. പള്ളിയുടെ ശില്പകലയും പഴമയും ശ്രദ്ധേയമാണ്. പഴയ പള്ളി പരമ്പരാഗത കേരള പോർച്ചുഗീസ് ശൈലിയുടെ സ്വാധീനത്തോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2001 നിർമ്മിച്ച പുതിയ ദേവാലയം വിശാലവും ഭംഗിയേറിയതുമാണ്. സീറോ മലബാർ സഭയുടെ കീഴിലുള്ള ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇടപ്പള്ളി സെയിൻറ്റ് ജോർജ് ഫൊറോന ദേവാലയം. പള്ളി സ്ഥാപിതമായത് ക്രിസ്തുവർഷം 594 എന്നാണ് പരമ്പരാഗത വിശ്വാസം. സെയിൻറ്റ് തോമസ് ലീഹായുടെ ശിഷ്യന്മാരുടെ പ്രവർത്തന ഫലമായാണ് ഇവിടെ ക്രൈസ്തവ സമൂഹം രൂപം കൊണ്ടത് എന്നാണ് വിശ്വാസം. അന്നത്തെ ഇടപ്പള്ളി പ്രദേശം ചെറു രാജവംശാധിപത്യത്തിലായിരുന്നു. പ്രാദേശിക രാജാവിൻ്റെ അനുമതിയോടെ ക്രൈസ്തവ സമൂഹം ഇവിടെ ആരാധനാലയം പണിതതായി കരുതുന്നു. ആദ്യം പള്ളി മരവും ചെങ്കല്ലും ഉപയോഗിച്ചായിരുന്നു നിർമ്മിച്ചിരുന്നത്. കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വളർച്ചയോടൊപ്പം ഇടപ്പള്ളിയും ഒരു ആത്മീയ കേന്ദ്രമായി വളർന്നു. വ്യാപാര ബന്ധങ്ങളിലൂടെ മധ്യപൂർവ്വ ദേശങ്ങളിലെയും ക്രിസ്ത്യൻ സ്വാധീനം കേരളത്തിലെത്തിയ കാലഘട്ടമാണിത്. ഈ സമയത്ത് പള്ളി പുനർനിർമ്മിക്കുകയും കല്ലുകൊണ്ട് ഉറപ്പിക്കുകയും ചെയ്തതായി ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നു. 1498 വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തി. തുടർന്ന് പോർച്ചുഗീസ് സ്വാധീനം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ ശക്തമായി. 1599 സിനഡിനു ശേഷം ഇടപ്പള്ളി പള്ളിയിലും ആചാരക്രമങ്ങളിലും ചില മാറ്റങ്ങൾ വന്നതായി ചരിത്രത്തിൽ സൂചിപ്പിക്കുന്നു. എങ്കിലും സിറിയൻ ക്രൈസ്തവ പാരമ്പര്യം ഇവിടെ നിലനിന്നിരുന്നു. 18-20 നൂറ്റാണ്ടുകളിൽ പള്ളി നിരവധി തവണ പുതുക്കിപ്പണിതു. രോഗമുക്തി, നേർച്ചകൾ, അത്ഭുതങ്ങൾ എന്നിവയുമായി ദേവാലയത്തിൻ്റെ പ്രസിദ്ധി വ്യാപകമായി. ഇടപ്പള്ളി പള്ളി ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറി. വിശ്വാസികളുടെ വർധനവിനെ തുടർന്ന് വലിയ ഒരു പുതിയ ദേവാലയം നിർമ്മിക്കാൻ തീരുമാനിച്ചു. 2001 പുതിയ പള്ളി പൂർത്തിയായി. പഴയ പള്ളി സംരക്ഷിച്ച് ചരിത്ര സ്മാരകമായി നിലനിർത്തി. ഇന്ന് ഒരേ സമയം ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് ആരാധന നടത്താൻ സൗകര്യമുണ്ട്. സെയിൻറ്റ് ജോർജ് ധൈര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമാണ്. എണ്ണ നേർച്ച ഇവിടെ ഏറ്റവും പ്രശസ്തമാണ്. ക്രിസ്ത്യാനികൾക്കൊപ്പം തന്നെ എല്ലാ മതവിശ്വാസത്തിലുള്ള ആളുകളും ഇവിടെ നേർച്ചയ്ക്കായി എത്താറുണ്ട്. ഏപ്രിൽ-മെയ് മാസങ്ങളിൽ നടക്കുന്ന വാർഷിക തിരുനാൾ നൂറ്റാണ്ടുകളായി തുടരുന്നു. കൊടിയേറ്റ്, റാസ, നേർച്ച ഭക്ഷണം, പ്രത്യേക കുർബാന എന്നിവ തിരുനാളിൻ്റെ ഭാഗങ്ങളാണ്. കേരളത്തിലെ വലിയ ദേവാലയ തിരുനാളുകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. പുരാതന ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ പ്രധാന സാക്ഷ്യമാണ് ഇടപ്പള്ളിപ്പള്ളി. സിറിയൻ ക്രിസ്ത്യൻ പാരമ്പര്യവും യൂറോപ്യൻ സ്വാധീനവും ഇവിടെ സംയോജിതമായി കാണാം. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമായും ഇത് വിലയിരുത്തപ്പെടുന്നു. അടുത്ത ഒരു വിശുദ്ധ മതിലുകളുടെ ഇതിഹാസ ചരിത്രവുമായി വീണ്ടും കാണുന്നതുവരെ സൈനിങ് ഓഫ് ജിസ്മി മോൾ.